Okay, all of you mark your attendance. Mark your attendance now. Now, page number 38, last paragraph. We will study this. എല്ലാവരും ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എടുത്ത വരെയുള്ള ഭാഗം. അപ്പൊ ശ്രദ്ധിക്കുക, ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. അല്ലെ, നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്തായിരുന്നു, എവിടെയായിരുന്നു നടന്നത് എന്നൊക്കെ അല്ലെ. അപ്പൊ അണ്ടർലൈൻ ചെയ്യണേ, 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻവാലാബാഗിലാണ് നടന്നത് അല്ലെ. പിന്നെ അവിടുത്തെ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത്. ജനങ്ങൾ പഞ്ചാബിലെ ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും അതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കിടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിൽ പെട്ടുപോയതല്ലായിരുന്നു അല്ലെ. ഒറ്റൊരു ഇടുങ്ങിയ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലായിരുന്നു അല്ലെ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. നെക്സ്റ്റ് നോക്കിയേ, യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി ഇവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കുവാൻ അയാൾ കൽപ്പന നൽകി. നിരായുധർ എന്താർത്ഥം? ആയുധമൊന്നും കയ്യിലുണ്ടായിരുന്നില്ല അല്ലെ. അങ്ങനെയുള്ള ഭാരത മക്കളുടെ നേർക്ക് അവര് നിറയൊഴിച്ചു അല്ലെ, കൽപ്പന നൽകിയ ആദ്യം ജനറൽ ഡയർ. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുരാ ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷെ എവിടേക്ക് പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ചവിടെ വീണു കിടപ്പുണ്ടായിരുന്നു അല്ലെ. പെട്ടെന്ന് തന്നെ ഈ 10 മിനിറ്റിനിടയിൽ അവർക്ക് എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ പറഞ്ഞു, ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലെ. ആ ബാലവൃദ്ധൻ ജനങ്ങളും അവിടെ തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലായിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ആളുകളെ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷേ 1516 ആൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. മ്യൂട്ട് ചെയ്ത് വെച്ചേ ക്രിസ്റ്റി, ചെയ്ത് വെച്ചേ. ഓക്കെ. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ചവിടെ വീണു കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി. നീചം എന്താർത്ഥം? നീചം പഠിച്ചിട്ടുണ്ട് തൊട്ട് ഏതോ മുന്നിലെ പാഠത്തില്. നീചമായ അല്ലെ, താഴ്ന്ന പ്രവൃത്തി, തരംതാഴ്ന്ന. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിന് മുമ്പോ പിമ്പോ ഉണ്ടായിരുന്നില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. നരാധമൻ എന്താ അർത്ഥം? നരാധമൻ, നരൻ എന്ന് പറഞ്ഞ ആരാ? നരൻ. നരൻ സിനിമ കണ്ടിട്ടില്ലേ നിങ്ങള്? ഉണ്ടോ? മനുഷ്യൻ. ഓക്കെ. നരാധമൻ എന്താർത്ഥം? അധപ്പതിച്ച മനുഷ്യൻ അല്ലെ. മനുഷ്യനെ കൊല്ലാൻ ഒരു പറ്റിയില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാ പറഞ്ഞ നരാധമൻ ശ്രമിച്ചത് അല്ലെ. കൂട്ടക്കുരുതി പറഞ്ഞ എന്താർത്ഥം? കൂട്ടക്കുരുതി. കൂട്ടത്തോടെയുള്ള കൊല, അതാണ് കൂട്ടക്കുരുതി. കുരുതി കൊല. ഓക്കെ. നീചം, തരം താഴ്ന്നത്. നിരായുധർ, ആയുധമില്ലാത്തവർ അല്ലെ. രൂക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്, കഠിനം എന്നാണ് അർത്ഥം കേട്ടോ. രൂക്ഷം. ഈ നരഹത്യയെ ഇതിനിവിടെ നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഈ ജാലിയൻവാലാബാഗ് സംഭവത്തിന് മുമ്പോ പിമ്പോ ഉണ്ടായിരുന്നില്ല. പിന്നെന്താ പറഞ്ഞേ? മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. അതിനു പോലുള്ള അനുവാദം കൊടുത്തില്ല അല്ലെ. നേരെ മറിച്ച് നിശാനിയം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ
ശ്രമിച്ചത്. നരാധമൻ, അധപ്പതിച്ച മനുഷ്യൻ, അല്ലെ? കൂട്ടക്കുരുതി, കൂട്ടക്കൊല. ഈ നരഹത്യ, നരൻ മനുഷ്യൻ നമ്മൾ പറഞ്ഞു അല്ലെ, ഹത്യ കൊല്ലുന്നത് അല്ലെ. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റു ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. അപലപിക്കുക, അപലപിക്കുക, ആക്ഷേപിക്കുക. ഓക്കെ, അപ്പൊ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോറിനെ അറിയില്ലേ എല്ലാവർക്കും? ആരാ രവീന്ദ്രനാഥ് ടാഗോർ? ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ? മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയും. രവീന്ദ്രനാഥ് ടാഗോർ നിങ്ങൾക്ക് അറിയോ? നമ്മള് ദേശീയ ഗാനം ചൊല്ലാറില്ലേ നമ്മള്? കർത്താവാണ് അദ്ദേഹം അല്ലേ? ജനഗണമനയുടെ. ഓക്കെ, അപ്പോ രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ, ബ്രിട്ടീഷുകാരൻ അദ്ദേഹത്തിന്, ബ്രിട്ടീഷുകാർക്ക് അവർക്ക് സർ ബഹുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത് അല്ലെ. സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമന ആശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. രൂക്ഷം, കഠിനമായ ഭാഷയിൽ തന്നെ അവര് ബ്രിട്ടീഷുകാർ പോലും വിമർശിച്ചു ചിലവര് അല്ലെ. പുരോഗമനാശയക്കാർ, ബ്രിട്ടനിലെ പുരോഗമനാശയക്കാരൊക്കെ, പുരോഗമന ചിന്താഗതിക്കാർ അല്ലെ, അവരതിനെ കഠിനമായ, അതായത് രൂക്ഷമായ ഭാഷയില് വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറി വാനോളം പുകഴ്ത്തി. അതെവിടെ ഉണ്ടാവും അല്ലെ? ചില യാഥാസ്ഥിതികർ എന്ത് ചെയ്തു? ജനറൽ ഡയറിയിലെ ഈ കൂട്ടക്കുരുതിയെ വാനോളം പുകഴ്ത്തി. വാനം എന്താർത്ഥം? വാനം, മാനം, ഇതിന്റെയൊക്കെ അർത്ഥം എന്താ മക്കളെ? ആകാശം. വാനോളം എന്ന് പറഞ്ഞാൽ ആകാശത്തോളം, അത്രയും മുകളിലേക്ക് ആയിട്ടാണ് അദ്ദേഹത്തെ ഉയർത്തിയത് എന്നർത്ഥം. അപ്പൊ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടതായിരിക്കും അല്ലെ. ചില യാഥാസ്ഥിതികർക്ക് ജനറൽ ഡയറിനെ വാനോളം പുകഴ്ത്തിയെങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അല്ലെ, ലോകത്തിലെ എല്ലാ ജനങ്ങളുടെയും മുന്നിൽ എങ്ങനെയായിരിക്കും? ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇവിടുന്ന് ജാലിയൻ വാലാബാഗ് സംഭവം എന്താണ്, എന്ന് നടന്നു, എങ്ങനെയായിരുന്നു, എവിടെ വെച്ചായിരുന്നു ഒക്കെ മനസ്സിലായോ? ഓക്കെ. അപ്പോ ഒന്നുകൂടി മിസ് വായിക്കാം അവിടുന്ന് ഇങ്ങോട്ട്. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ, കിരാതൻ എന്താ അർത്ഥം? കിരാതവാഴ്ച, കിരാതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കിരാതവേഷം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല? കാട്ടാളനെ പറയുക, കാട്ടാളന്മാർ അല്ലെ. അതാ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13-ാം തീയതി, ഏപ്രിൽ 13-ാം തീയതിയാണ് 19 എന്ന് അണ്ടർലൈൻ ചെയ്യണം, പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയൊരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ൽ അധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി ഇവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. കൽപ്പന എന്താർത്ഥം? കൽപ്പിക്കല് പറഞ്ഞ എന്താ അർത്ഥം മക്കളെ? അപ്പോ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുരായി ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷെ എവിടേക്ക് പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ച് അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ
ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി, കുരുതി കൊല അല്ലെ ഭാരതത്തിൽ അതിന് മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. നരാധമൻ എന്താണ്? അധപ്പതിച്ച മനുഷ്യൻ അല്ലേ? ഓക്കെ. ഈ നരഹത്യ കൊല കേട്ടോ മഹാത്മാഗാന്ധി നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. അപലപിക്കുക അർത്ഥം ഓർമ്മിക്കണേ. അപലപിക്കുക, ആക്ഷേപിക്കുക അല്ലെ? ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്ക് നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമന ആശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതി കൂട്ടത്തോടെയുള്ള കൊല അല്ലെ കഠിനമായ തന്നെ വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുമ്പിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ ആ പാഠം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം അല്ലെ? എത്ര എണ്ണം കിട്ടും നോക്കട്ടെ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം എത്ര വർഷം നീണ്ടു നിന്നു? ഇന്ത്യയിലെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി. ഇന്ത്യയിലെ ടെക്സ്റ്റ് വായിച്ചിനോ എന്നറിയാൻ വേണ്ടിയാണ് നിങ്ങൾ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം എത്ര വർഷം നീണ്ടു നിന്നു? എത്ര വർഷമായിരുന്നു സിനാനെ? ജർമ്മനിയിലെ ബ്രിട്ടീഷ് ആധിപത്യം എത്ര വർഷം നീണ്ടു നിന്നു? സിനാൻ, പ്ലീസ് അൺമ്യൂട്ട് സിനാൻ. അറിയോ ആൻസർ? ടെക്സ്റ്റ് വായിച്ചില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി സിനാന്റെ ആ വെപ്രാളം കാണുന്നു അല്ലേ? എത്ര വർഷമായിരുന്നു? നമ്മൾ ആദ്യം തന്നെ തുടക്കത്തില് അത് പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെ അതിന്റെ ആൻസർ കൈ വന്നിച്ചാ മതി, പറയണ്ട. ആർക്കൊക്കെ അതിന്റെ ആൻസർ അറിയാം? 1 2 3 4 ആർക്കൊക്കെ അതിന്റെ ആൻസർ അറിയാം? ഇത്ര പേർക്കേ അറിയൂ? ഓക്കെ. നെക്സ്റ്റ് സേറ അറിയോ? സേറ ഒന്ന് പറഞ്ഞേ മോളെ. 1947. അങ്ങനെയല്ല ചോദ്യം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം എത്ര വർഷം നീണ്ടു നിന്നു? നമ്മുടെ പാഠത്തിന്റെ ഫസ്റ്റ് തന്നെ നമ്മളത് പറഞ്ഞാണ്. എത്ര വർഷമായിരുന്നു? സേറയ്ക്കും അറിയില്ല. നെക്സ്റ്റ് ആഷിൻ, എപ്പോഴാ മോനെ? എത്ര വർഷമായിരുന്നു? അല്ല എങ്ങനെയായിരുന്നു? എന്താ പറയേണ്ടതിന്റെ ആൻസർ? 1.5 ശതാബ്ദത്തോളം. ഓക്കെ. 1.5 ശതാബ്ദത്തോളം കാലമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം നിലനിന്നത് എന്നാണ് നമ്മളോട് പറയുന്നത് അല്ലെ? ഓക്കെ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ അങ്ങനെ തന്നെയായിരുന്നു അറിയുന്നത് ബാക്കിയുള്ളവർ കൂടി? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുനായകത്വം ഏറ്റെടുത്തത് എപ്പോൾ? ടെക്സ്റ്റ് വായിക്കാത്തവർക്ക് ആൻസർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആൻസർ കണ്ടുപിടിക്കാൻ. എപ്പോൾ മുതലായിരുന്നു, എവിടെ നിന്നായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുനായകത്വം ഏറ്റെടുത്തത് എപ്പോൾ മുതലായിരുന്നു, എവിടെ നിന്നായിരുന്നു? നടുനായകത്വം അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്തായിരുന്നു അലൻ സാജ്? നടുനായകത്വം എന്താണ് അർത്ഥം? നടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടുനായകത്വം നമ്മുടെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആർക്കൊക്കെ ഓർമ്മയുണ്ട്? എന്താ അമ്മയ്യ പറഞ്ഞ? പ്രധാന നായകൻ, പ്രധാന നേതാവ് അല്ലേ? പ്രധാന നേതാവ്. ഓക്കെ. അങ്ങനെയാണ് നടുനായകത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പോ എന്താ ചോദ്യം? ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന നേതാവായി ഏറ്റെടുത്ത എപ്പോഴാണ്, എന്ന് മുതലായിരുന്നു ആണ് ചോദ്യം അല്ലെ? എവിടെ നിന്നായിരുന്നു? ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ ആർക്കൊക്കെ അറിയാം? എന്താ അല്ല പറഞ്ഞേ ക്വസ്റ്റ്യന്റെ ആൻസർ? 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ അത് തന്നെ. അപ്പൊ 1917 മുതലായിരുന്നു. ഏതാണ് അതിന്റെ തുടക്കം?
ഇവിടെ നിന്നായിരുന്നു ചമ്പാരൻ. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം അല്ലെ. 1917 മുതൽ ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? നീലം കൃഷിക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു കൃപ? നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ കേൾക്കുന്നില്ലല്ലോ മോളെ. പല വിധത്തിലും താങ്കൾ ശ്രദ്ധിക്കണേ, നിങ്ങളത് മാർക്ക് ചെയ്തോ കേട്ടോ. നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് തന്നെ മോളെ. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. അതാണ് നീലം കൃഷിക്കാരുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം ഉണ്ടായിരുന്നത്. അവരുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്തവരെ എന്ത് ചെയ്തു? അവര് ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യന്, ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെ? ഇതിന് കാരണമായ സംഭവം എന്ത്? എവിടെയായിരുന്നു ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത്? ടെക്സ്റ്റ് വായിക്കാത്തവരാണ് ഇന്ന് ഒരുപാട് പേര്. അല്ലെങ്കിൽ നിങ്ങൾ അഞ്ചാം ക്ലാസ്സിലുള്ളവർ ഇങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ഇപ്പോ പറഞ്ഞേ, എന്താ ആൻസർ വരുവാ? ആർക്കറിയാം? എന്താ നിഹാലേ പറഞ്ഞ മോനെ? ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരെ അവരുടെ കുടുംബങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. അപ്പൊ എങ്ങനെ പറയണ്ടേ? ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത് എവിടെയായിരുന്നു? ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് അല്ലെ. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തായിരുന്നു ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയത് അല്ലെ. അണ്ടർലൈൻ ചെയ്യണേ, നിങ്ങൾ ഈ പറയുന്ന ആൻസർ മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇതിന് കാരണമായ സംഭവം എന്തായിരുന്നു സംഭവം? നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അല്ലെ. അതുകൊണ്ടായിരുന്നു അല്ലെ സത്യാഗ്രഹ സമരം നടത്തിയത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണം എന്ത്? നിങ്ങൾ ആൻസർ കാണുന്നില്ലേ? മിസ് പേജ് പറഞ്ഞു തരേണ്ടി വരുമോ? പാരഗ്രാഫ് കുഴപ്പമില്ല, ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണം എന്ത്? എന്തായിരുന്നു കാരണം നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ? നിയമം ലംഘിക്കാൻ ആർക്കറിയാം? ശ്രീദേവ് പറഞ്ഞ മോനെ, ശ്രീദേവേ. ശ്രീദേവ് ഇല്ലേ? ശ്രീദേവ് പോയ മോനെ. നെക്സ്റ്റ് ആഷിൻ പറഞ്ഞു. ആഷിൻ ഭാരതീയരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. എന്തായിരുന്നു അതിന്റെ പേര്? എന്നായിരുന്നു അതിന്റെ പേര് അല്ലെ. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു അല്ലെ. ഇതാണ് ഗാന്ധിജി നിയമലംഘനത്തിന് ആഹ്വാനം നൽകാൻ കാരണം അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ്? 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ, ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുക്കാൻ ഇടയായത് എന്തുകൊണ്ട്? ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുക്കാൻ ഇടയായത് എന്തുകൊണ്ടായിരുന്നു? ആരോൺ പറഞ്ഞോ മോനെ. ആരോൺ അൺമ്യൂട്ട് ചെയ്തോ? യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ എങ്ങനെയാ അതിന്റെ ആൻസർ? എന്താ ദേവാഞ്ജന ഒന്ന് പറഞ്ഞു. തെറ്റി. ആരോൺ കുറച്ച് മുമ്പ് പറയണായിരുന്നു.
നാടെങ്ങും പ്രതിഷേധം അതിന് തൊട്ട് മുന്നേ ഉണ്ട് അതിന്റെ ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിലാണ് ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തത് അല്ലെ ഏറ്റെടുത്തത്. ഓക്കെ, മനസ്സിലായോ? ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിലാണ് ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തത്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ എന്താണ്? ജാലിയൻ വാലാബാഗ് സംഭവം വിവരിക്കുക. അല്ലേ? എങ്ങനെയാണ് ജാലിയൻ വാലാബാഗ് സംഭവം വിവരിക്കുക? ഒന്ന് പറഞ്ഞേ ഷംവിയിലെ. ഷംവിയിൽ കേൾക്കുന്നില്ല. നെക്സ്റ്റ് ആദിദേവ് പറഞ്ഞ മോനെ. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ ജാലിയൻ വാലാബാഗ് കിരാതവാഴ്ച 1919 13-ാം തീയതി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്കു പ്രവേശിക്കുവാനും പുറത്തു കിടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരുമടക്കം നമുക്കത് ചുരുക്കിയില്ല. എങ്ങനെ? 1919 ഏപ്രിൽ 13-ാം തീയതി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ആബാലവൃദ്ധൻ ജനങ്ങൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ സംഘമായി നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് സംഭവം അല്ലെ? എന്താണ്? 1919 ഏപ്രിൽ 13-ാം തീയതി ബ്രിട്ടീഷുകാരുടെ കിരാതവാഴ്ചയെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗം, ജാലിയൻ വാലാബാഗ് ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ആബാലവൃദ്ധൻ ജനങ്ങളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ജനറൽ ഡയറിന്റെ നേതൃത്വത്തില്. അപ്പൊ ആര്? കുറച്ച് ചുരുക്കിയിട്ടാ മിസ് പറയുന്നേ. ഒരു സംഘം അവിടെ പാഞ്ഞെത്തി. അവർ എന്ത് ചെയ്തു? ഗേറ്റിന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. പിന്നെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. ഇതാണ് ഈ സംഭവമാണ് ജാലിയൻ വാലാബാഗ് സംഭവം. ഓക്കെ, ഇനി കേൾക്കുന്നില്ലേ ഷെഫി? നെക്സ്റ്റ് 8ാമത്തത്, ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ മനുഷ്യക്കുരുതിയായിരുന്നു എന്ന് പറയാൻ കാരണം എന്ത്? എന്തായിരുന്നു ഷെഫി? ജാലിയൻ വാലാബാഗിൽ നടന്നത് 10 മിനിറ്റിന് നേരം കൊണ്ട് 1516 അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുമ്പോ പിൻപോ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അത് നീചമായ മനുഷ്യക്കുരുതിയാന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? മുറിവേറ്റ് പടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കുവാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അത് ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ ഒരു കൂട്ടക്കുരുതിയാണെന്ന് പറയുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ നടന്നത് നീചമാണ്. പിന്നെ എന്തുകൊണ്ടാ? മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രി എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല അല്ലെ? നേരെ മറിച്ച് എന്ത് ചെയ്തു? നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ജാലിയൻ വാലാബാഗിൽ നടന്നത് നീചമായ ഒരു കൂട്ടക്കുരുതിയാണ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി ഉപേക്ഷിക്കാൻ കാരണം എന്ത്? എന്താണ്? എന്തിനാണ്? എന്ത് സംഭവം കണ്ടിട്ടാണ്? ജാലിയൻ വാലാബാഗ് സംഭവം കണ്ടിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ സർ ബഹുമതി ഉപേക്ഷിച്ചത് അല്ലെ?
അങ്ങനെയല്ലേ എഴുതേണ്ടത്. ജാലിയൻ വാലാബാഗ് സംഭവം കണ്ടിട്ട്. ജന്മനാടിന്റെ ക്രൂരത കണ്ട് പൊട്ടിക്കരഞ്ഞ ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? ദേവപ്രിയ. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രോസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടി കരഞ്ഞു. CF ആൻഡ്രൂസ് അല്ലെ, CF ആൻഡ്രൂസ്. നെക്സ്റ്റ്, ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ ആരായിരുന്നു? ആൻഡ്രോസ് ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ ആരായിരുന്നു? ജനറൽ ഡയർ. ജനറൽ ഡയർ അല്ലേ, ജനറൽ ഡയർ. ഓക്കെ, അപ്പോ ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ ആരായിരുന്നു? ജനറൽ ഡയർ ആയിരുന്നു ജാലിയൻ വാലാബാഗ് സംഭവത്തിന്റെ സൂത്രധാരൻ. ഓക്കെ, അപ്പോ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് 11 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഒരുപാടുണ്ട്. അപ്പോ നിങ്ങൾ ഇനി അങ്ങോട്ട് അന്നൊന്നും വരുന്ന പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ഇത് മിസ് എഴുതി തന്നതിന് ശേഷം നിങ്ങൾ എഴുതിയെടുക്കണേ. അലനിപ്പ തന്നെ എഴുതിയെടുക്കണം കേട്ടോ മോനെ, ഇനിയുള്ള ഭാഗങ്ങള്. ഓക്കെ, സെൻഡ് ചെയ്യുമ്പോ അത് എഴുതിയെടുക്കണം കേട്ടോ. എനിക്ക് 9th ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ല മിസ്സേ. കിട്ടിയില്ല? ഇരുളിന്റെ അത് കിട്ടിയില്ല? ഓക്കെ, എന്ത് പറ്റി അമ്മയൊക്കെ അത് കിട്ടാതിരുന്നത്? മിസ് അത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. മിസ് എഴുതി എടുത്തിട്ടുണ്ട്. എഴുതിയെടുത്തില്ല എല്ലാവരും? കുറെ പേര് കിട്ടും. ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അഗ്നസേ? ഒന്നുമില്ല, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. ഓക്കെ, പിന്നെ അപ്പൊ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് സ്വന്തമായി തന്നെ എഴുതാൻ പറ്റും, ബൈഹാർട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ. മനസ്സിലായോ? ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക? എഴുതി തരുന്ന നമ്മള് 2 പാഠം ഇപ്പം എക്സാം കഴിഞ്ഞതിന് ശേഷം 2 പാഠത്തിന്റെ കംപ്ലീറ്റ് നമ്മൾ ഇത് എഴുതണം. 1ന്റെ കംപ്ലീറ്റ് എഴുതി. അപ്പൊ അവിടുന്ന് മുതലുള്ളതാണ് വൈക്കം കായലിൽ തൊട്ടുള്ളത് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് അലൻ കൃത്യമായി എഴുതിയെടുക്കോട്ടെ മോനെ. ഓക്കെ, അന്നാവുമ്പോ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് വരില്ല. ഒരു പാഠം എടുത്ത് അടുത്ത പാഠം എടുക്കുന്ന വരെയുള്ള സമയം ഉണ്ടല്ലോ, കുറേശ്ശെ ആയിട്ട് എഴുതും, ഒന്നിച്ച് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, വായിപ്പിക്കാൻ ഇപ്പൊ 10 പേര് ഒന്നിച്ചല്ലേ നിങ്ങളെ കൈവക്കുക അല്ലേ? ഓക്കെ, ആരാ വായിക്കുന്നേ? കുറച്ച് സമയമുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അദ്വൈതേ വായിക്കാൻ പഠിച്ചോ? അദ്വൈത അങ്ങോട്ട് മാറി. ഞാൻ വായിക്കാൻ പറയാനായിരുന്നില്ല. വായിക്കാൻ പഠിച്ചോ? നീ അക്ഷരങ്ങൾ പഠിച്ചോ? ഇങ്ങനെ അക്ഷരങ്ങൾ പഠിച്ചു, അപ്പൊ വായിക്കാൻ പഠിച്ചില്ല അല്ലേ? ഇന്ന് ഞാൻ വായിക്കാം. ഇന്ന് ദേവപ്രിയ സ്റ്റാർട്ട് ചെയ്തോ? നെക്സ്റ്റ് ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ. പാഠം 10 ജാലിയൻ വാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിൽ കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാതഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തിയിരുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്തു വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു.
പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില ആക്രമണങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തി ചാർജും വെടിവെപ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചു. ഓക്കെ മോളെ. ഷെഫി നെക്സ്റ്റ്. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരും അടക്കം 20,000-ത്തിലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു. യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിനു മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകുന്ന ദേവാഞ്ജന. ദേവാഞ്ജന അവിടെ ഇല്ലേ? അൺമ്യൂട്ട് ചെയ്തില്ല ദേവാഞ്ജന. മ്യൂട്ടാക്കിയിട്ടില്ലേ ദേവാഞ്ജന? പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുര ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷെ എവിടേക്കു പോകാൻ? 10 മിനിറ്റു നേരം കൊണ്ട് 1616 ആളുകൾ മരിച്ചു വീണു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണു കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റു പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാ നിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ